പരിശുദ്ധ ഖുർആൻ സക്കാത്തിനെ സംബന്ധിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സൂറത്താണ് സൂറത്തു തൗബ. അതിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാം: വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദത വലാ യുൻഫിഖൂനഹ, വെള്ളിയും സ്വർണവും സൂക്ഷിച്ച് അതിനെ ഫീ സബീലില്ലാഹ്, അല്ലാഹു പറഞ്ഞ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ വെച്ചാൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വളരെ വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടെന്ന് അവരോട് വാക്കർത്ഥം സന്തോഷം പറയണോന്നാ. സന്തോഷമല്ലല്ലോ അത്. പക്ഷേ അല്ലാഹു തആല അവർ അത്രയും വലിയ നന്ദികേട് ചെയ്തത് കൊണ്ട് പറഞ്ഞൊരു വാക്കാ. നമ്മളുണ്ടല്ലോ, എനിക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്ന് പറയല്. അതുപോലെ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്: യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവർക്ക് ചൂട് വെക്കപ്പെടുന്ന ഒരു ദിവസം. ഫത്ഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ ധനം വെള്ളിയും പൊന്നുമൊക്കെ കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിലും രണ്ട് ഭാഗത്തും പുറത്തൊക്കെ ഇങ്ങനെ നല്ല ചൂടാക്കി വെക്കുന്ന സമയം. അവരോട് പറയും, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതല്ലേ കൊടുക്കാതെ, അതാണിപ്പോ ഈ അനുഭവിക്കുന്നത്. നിങ്ങൾ ചെലവഴിക്കാതെ വെച്ചതിന്റെ ഈ ശരിയായ ഫലം അത് നിങ്ങൾ രുചി നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ എന്ന് നരകത്തിൽ വെച്ച് പറയപ്പെടും. ഇത് വളരെ ഗൗരവമുള്ള ഒരു താക്കീതാണ് സക്കാത്ത് കൊടുക്കാത്തവർക്ക്. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട, ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. അത് നിർവഹിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയാണ് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്, താക്കീത് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞതിന്റെ നേരെ തൊട്ട് മുമ്പിൽ അതേ ആയത്തിൽ കുറച്ച് വാചകങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാത്തവരെ ശിക്ഷ പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞ പരാമർശം? ഓ മുഅ്മിനീങ്ങളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പല മൗലവിമാരും പല പണ്ഡിതന്മാരും, അങ്ങനെ അർത്ഥം വെക്കാം. മൗലവി എന്നർത്ഥം വെക്കാം, പുരോഹിതൻ എന്നർത്ഥം വെക്കാം, അതൊക്കെ എൻ്റെ അർത്ഥം തന്നെയാണ്. പല മൗലവിമാരും പല പണ്ഡിതന്മാരും പല പുരോഹിതന്മാരും ലയകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ ധനം അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരാണ്. അനധികൃതമായി കൈവശപ്പെടുത്തുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയും മറ്റുള്ളവരെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല പറയുന്നത് സക്കാത്ത് കൊടുക്കാത്തവർക്ക് വലിയ ശിക്ഷയുണ്ട്. ഈ ആയത്ത് കാണുമ്പോ ഇത് ഈ സക്കാത്ത് ബാത്തിലാക്കുന്ന കക്ഷികളെ നോക്കി പറഞ്ഞ മാതിരിയുണ്ട്. തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് ഈ പറഞ്ഞ ധനത്തെ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ ജനങ്ങളുടെ മുതലുകൾ വസൂലാക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ചാണ്. അത് പറഞ്ഞിട്ടാണ് സക്കാത്ത് വേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ അനുഭവം അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയാൻ, അതെ, അന്നഹു തആല വസഫഹും ബിൽ ഹിർസി അലാ അഖ്ദി അംവാലിൻ നാസ് ബിൽ ബാതിൽ. ആ മൗലവിമാർക്ക്, ആ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക് അവരുടെ ഒരു പ്രത്യേകത പടച്ചവൻ പറഞ്ഞു. അവർക്ക് ജനങ്ങളുടെ മുതൽ അത് അനധികൃതമായി വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അനധികൃതമായി ജനങ്ങളുടെ പണം വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം. ثم أردفه بوعيد كل من امتنع عن إخراج الحقوق الواجبة من ماله. പിന്നെ പടച്ചവൻ താക്കീത് ചെയ്യുന്നത് അവനവന്റെ സമ്പത്തിൽ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള താക്കീതാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ രണ്ട് കാര്യമാണ്.
ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ഒന്ന്, ജനങ്ങളുടെ സ്വത്തുക്കൾ വസൂലാക്കുന്ന മൗലവിമാർ, പുരോഹിതന്മാർ, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു ആദ്യം ആക്ഷേപിച്ച് പറയുന്നത്. രണ്ടാമത്, കൊടുക്കേണ്ട സക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കാതെ പാരത്രീക ലോകത്ത് കുടുങ്ങിപ്പോകുന്ന കക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് മാന്യ മുസ്ലിം സഹോദരന്മാർ ഗൗരവത്തോടെ ഖുർആനിന്റെ ഈ അധ്യാപനം മനസ്സിലാക്കണം.